ഇന്നിപ്പോൾ ആ പ്രതിപക്ഷ നേതാക്കളുടെയൊക്കെ യോഗമുണ്ടായിരുന്നു. സംയുക്തമായി തന്നെ അതിനെ എതിർക്കാൻ തീരുമാനിക്കുന്നുമുണ്ട്. ഇപ്പോൾ ശ്രീ പത്മനാഭൻ വിശദീകരിക്കുന്നത് പ്രകാരമാണെങ്കിൽ ഒരാശങ്കയ്ക്കും അടിസ്ഥാനമില്ല. ഇതുകൊണ്ട് മണ്ഡല പുനർനിർണ്ണയം നടക്കേണ്ടതാണ്. നമുക്കറിയാവുന്നതുപോലെ ഇന്ദിരാഗാന്ധി ആയിരുന്നു അത് 25 വർഷത്തേക്ക് ഫ്രീസ് ചെയ്തത്. പിന്നീട് വാജ്പേയി വരുമ്പോഴും അത് തുടരുന്നു. അതിനുള്ള കാരണമായി തന്നെ അദ്ദേഹം പറഞ്ഞത് ഈ നിലയിൽ ഒരു തുല്യമായിട്ടല്ലാതെ ഉള്ളൊരു വിതരണം അവിടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തുടരുകയും ചെയ്യുന്നു. പിന്നീട് കാലങ്ങൾ മാറുന്നുണ്ട്. അപ്പോൾ എന്തായാലും അത് ഉണ്ടാകേണ്ടതാണ്. അതോടൊപ്പം തന്നെ വനിതാ സംവരണവും നടപ്പിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഒരുമിച്ച് നടപ്പിലാക്കിയാൽ എന്താണ് പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. മറ്റൊരു ആശങ്ക ഈ സെൻസസുമായി ബന്ധപ്പെട്ടാണ്. അത് 2011 ഇനി പൂർത്തിയാക്കാൻ പോകുന്ന സെൻസസ് ആണെന്നാണ് ശ്രീ പത്മനാഭൻ പറയുന്നത്. അല്ല, അദ്ദേഹം മാത്രമാണ് അത് പറയുന്നത്. എം പിമാർക്ക് വിതരണം ചെയ്ത ലെറ്ററിലോ അല്ലെങ്കിൽ ദേശീയ മാധ്യമങ്ങൾ ആരും തന്നെ ആ രീതിയിൽ റിപ്പോർട്ട് ചെയ്യുന്നില്ല. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അദ്ദേഹം പറയുന്ന 84th അമെൻമെന്റ് ആണല്ലോ. 84th അമെൻമെന്റിന്റെ ലക്ഷ്യം തന്നെ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് പോകുന്നതിൽ വിവിധ സംസ്ഥാനങ്ങളിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നുണ്ട്. ആ സംസ്ഥാനങ്ങളെ പുറകോട്ടടിക്കാൻ പാടില്ല എന്ന് മാത്രമല്ല, അതിനുവേണ്ടി അവർ കരുതി വെച്ച, അവർ മാറ്റിവെച്ച അവരുടെ എഫേർട്ട് ഉണ്ടല്ലോ, ആ എഫേർട്ടിനെ അംഗീകരിക്കുക എന്നുകൂടി കണ്ടുകൊണ്ടാണ് 84th അമെൻമെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അത് പാർലമെന്റിൽ വരുന്നതും നടപ്പിലായി വരികയും ചെയ്യുന്നത്. അപ്പോൾ 84ാമത്തെ അമെൻമെന്റിനെ എടുത്ത് ഇങ്ങനെ അങ്ങ് സവിസ്തരം വിവരിക്കുമ്പോൾ ആ അമെൻമെന്റിന്റെ ലക്ഷ്യം തന്നെ അന്നുണ്ടായിരുന്ന കേന്ദ്ര സർക്കാരുകൾ ഈ സംസ്ഥാനങ്ങളോടാകെ ആവശ്യപ്പെട്ട ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്ന ഒരാവശ്യം, ആ ആവശ്യത്തോട് പ്രതിപത്തി പുലർത്തിയ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളെ റെക്കഗ്നൈസ് ചെയ്യുന്നതിന് തുല്യമായിരുന്നു, അവരെ അംഗീകരിക്കുന്നതിന് തുല്യമായിരുന്നു. ആ സമയത്തൊരു ഈ പറയുന്ന മണ്ഡലം പുനർനിർണയത്തിലേക്ക് പോയാൽ അത് ഇക്വാലിറ്റി നഷ്ടപ്പെടുത്തുമെന്നും നമ്മൾ ഈ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സംവിധാനത്തെ തന്നെ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഇന്ത്യ എന്ന് പറയുന്ന വിവിധ നാട്ടുരാജ്യങ്ങളെ ഉൾച്ചേർത്തുകൊണ്ടുള്ള ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ് എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. അല്ലാതെ നമ്മൾ ഇന്ത്യ എന്നല്ല പറയുന്നത്, കേന്ദ്രം എന്നല്ല പറയുന്നത്. വി ഷാൾ എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്, വിവിധ സ്റ്റേറ്റുകളുടെ യൂണിയനാണ്, ഒരു ഫെഡറൽ സംവിധാനമാണിത്. ആ ഫെഡറൽ സംവിധാനത്തിന്റെ അച്ചുതണ്ടിനെ തന്നെ തകർക്കാനുള്ള രീതിയിൽ മുമ്പോട്ട് പോകാൻ പാടില്ല എന്നുകൊണ്ടാണ് കണ്ടുകൊണ്ടാണ് 84th അമെൻമെന്റ് മുമ്പോട്ട് വരുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ആ 84th അമെൻമെന്റിനെ വിശ്വസിച്ച് അതിനുശേഷമുള്ള 25 വർഷം, അതായത് 2001 to 2026, ആ 25 വർഷം കേരളമടക്കം ഈ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വലിയ മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളാണ്. തമിഴ്നാടാവട്ടെ, ആന്ധ്രയാവട്ടെ, കർണാടകയാവട്ടെ, കേരളമാവട്ടെ, ഈ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാകെ ഈ 84th അമെൻമെന്റിനെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റിനെ വിശ്വസിച്ചുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണത്തിൽ വലിയ മുന്നോട്ട് പോകൽ നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ചെയ്യരുതായിരുന്നു എന്നാണോ BJP സർക്കാരും കേന്ദ്രവും പറയുന്നത്? നോക്കൂ, എവിടെയാണ് പ്രശ്നം? ഇതൊരു ഷുഗർ കോട്ടഡ് പോയിസൺ ആണ് എന്ന് നമ്മൾ പറയാനുള്ള കാരണം എവിടെയാണ്? ഒന്ന്, വനിതാ സംവരണ ബില്ല് പാസ്സായതാണ്. ആ പാസ്സായ ബില്ല് ഇനിയും എടുത്ത് ചർച്ച ചെയ്ത് ഇതിന്റെ കൂടെ കൂട്ടിക്കുഴച്ച് പാസ്സാക്കുകയുള്ളൂ അല്ലെങ്കിൽ നടപ്പിലാക്കുകയുള്ളൂ എന്ന വാശി ആർക്കാണ്? ലീഗലി ഈ പറയുന്ന സെൻസസിന് ആഫ്റ്റർ ദ സെൻസസ്, അതാണല്ലോ ഞാൻ പറഞ്ഞു വരുന്ന പ്രശ്നം. ലീഗലി അങ്ങനെ ഒരു ടെക്നിക്കാലിറ്റിയേ ഇല്ല. ഒരു റിസർവേഷൻ പാസ്സാക്കാൻ വേണ്ടി ഈ പറയുന്ന എന്താ പറയുന്നത്, മണ്ഡലം പുനർനിർണയം നടത്തേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യകതയും ഇല്ല എന്ന് ആർക്കും മനസ്സിലാവും. ഏത് സാമാന്യ LLB ബിരുദമുള്ളവർക്കും അത് മനസ്സിലാവും. അത് നടപ്പിലാക്കാൻ അങ്ങനെ ഒരു ബാരിയർ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബാരിയർ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഇവർ 2023 ഈ ബില്ല് പാസ്സാക്കിയത്? ഇപ്പൊ പാസ്സാക്കിയാൽ മതിയായിരുന്നല്ലോ. എന്തിനാണ് 3 വർഷം മുമ്പേ അതിനുവേണ്ടി കാത്തിരുന്നത്? ഇനി 2026 വരെ ഇത് മാറ്റിവെക്കുകയും 84th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിനെ ആണ് നമ്മൾ ബേസ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ 2027 പൂർത്തിയാവുന്ന സെൻസസിനെ ബേസ് ചെയ്ത് വേണം മണ്ഡലം പുനർനിർണയം നടത്താൻ, അല്ലെങ്കിൽ ഈ വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട റിസർവേഷൻ നടത്താൻ. പക്ഷെ ഇവിടെ എന്താ പ്രശ്നം? 2011 ബേസ്. 2011 അല്ല ബേസ് എന്ന് നിയമമന്ത്രി പറഞ്ഞിട്ടില്ല, കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല, നാഷണൽ മീഡിയാസ് ആരും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ 2011 ബേസ് എന്ന് തൽക്കാലം വിശ്വസിക്കാൻ പറ്റും. അല്ലാതെ പത്മനാഭൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ വൃത്തങ്ങളെല്ലാം നൽകുന്ന റിപ്പോർട്ടുകളെ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പൊ 2011 ബേസ് എങ്കിൽ 16 വർഷം പിന്നെ പുറകോട്ടടിക്കുകയാണ് ആണല്ലോ. 16 വർഷത്തിന്റെ പിറകിലുള്ള ഒരു സെൻസസ് ബേസ്ഡ് ഡാറ്റയെ വെച്ചുകൊണ്ട് എങ്ങനെയാണ് അതിനുശേഷം ഉണ്ടായ ഒരു പോപ്പുലേഷൻ ഹൈക്കിനെ നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റുക? ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. ഇപ്പൊ നേരത്തെ മോഹൻ വർഗീസ് സാർ വളരെ കൃത്യമായി പറഞ്ഞു, ഈ പറയുന്ന ഹിന്ദി ഹോട്ട് ലാൻഡ്, അവിടെ നിന്നാണ് എല്ലാ കാലത്തും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അവർ പുറകിൽ പോയെങ്കിലും അവരുടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും വരുന്നത്
ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്നാണ്. അവിടെയാണ് സംഘ് പരിവാറിന് വേരോട്ടമുള്ളത്. ആ സ്ഥലങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നു. ആ സ്ഥലങ്ങളിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു നാരോ മൈൻഡഡ് പൊളിറ്റിക്സ് ചിന്തിച്ചാൽ അത് BJPക്ക് അനുകൂലമാകും എന്നതുകൊണ്ടാണ് നമ്മൾ എതിർക്കുന്നത് എന്ന് ചിന്തിച്ചേക്കാം. അതും ഒരു റീസൺ ആണ്. പക്ഷേ എവിടെയാണ് പ്രശ്നം ഉണ്ടാവുന്നത്? നിലവിൽ കേരളം 1 രൂപ കൊടുക്കുന്നു. നമുക്ക് കേന്ദ്ര സർക്കാർ തിരിച്ചു തരുന്നത് എത്രയാ? 60 പൈസയാ അല്ലെങ്കിൽ 70 പൈസയാ. എന്നാൽ ഉത്തർപ്രദേശ് 1 രൂപ കൊടുക്കുമ്പോൾ ഫണ്ട് അലോക്കേഷന്റെ കാലത്ത് 2, 3, 4, 5 കിട്ടുന്നു. അവിടെയാണ് ഒരു കളക്റ്റീവ് ഫോഴ്സായി നിന്നുകൊണ്ട് എംപിമാരാണല്ലോ ഫണ്ട് അലോക്കേഷൻ പിടിച്ചു മേടിക്കേണ്ടത്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടി ടീമായി നിന്ന് സംസാരിക്കേണ്ടത്. കക്ഷി രാഷ്ട്രീയത്തിനപ്പുറത്ത് സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തേണ്ടത് എംപിമാരാണ്. അപ്പോൾ ആ എംപിമാർ എണ്ണം ഭൂരിപക്ഷം ഈ പറയുന്ന സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കുറയുകയും ചെയ്യുമ്പോൾ എന്തുണ്ടാവും? നമ്മൾ മാർജിനലൈസ്ഡ് ആവും, നമ്മൾ സൈഡ് ലൈൻ ഉണ്ടാവും. നമ്മുടെ എംപിമാർ ഇപ്പൊ അത് BJPക്ക് ഇനി ഇവിടുന്ന് ഒരു MP ഉണ്ട്, അല്ലെങ്കിൽ 10 MP ഉണ്ടെന്നിരിക്കട്ടെ, പോട്ടെ 20 സീറ്റ്. നിലവിലെ അവസ്ഥയിൽ 20 സീറ്റിലും BJPയുടെ എംപിമാർ കേരളത്തിൽ നിന്ന് ജയിച്ചു എന്നിരിക്കട്ടെ. പക്ഷെ നമ്മളെന്താ ആസ് എ സ്റ്റേറ്റ് നമുക്കുള്ളത് വെറും 20 എംപിമാരാണ്. ഒരുപക്ഷെ ഉത്തർപ്രദേശിൽ ഇപ്പോൾ അത് 80 ഉണ്ട്. ഇപ്പോൾ പോലും ആ ഒരു ഇൻപാരിറ്റി ഇൻ ഇക്വാലിറ്റിയുള്ള ഒരു വലിയ ഗ്യാപ്പ് അത് ഇപ്പോൾ പോലും നമ്മൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ 6 മാസം 7 മാസം മുമ്പ് നോക്കിയാൽ പഞ്ചാബിൽ വിഘടനവാദം കേൾക്കുന്നുണ്ട്. വിഘടനവാദം കേൾക്കാത്ത ഒരു സ്ഥലങ്ങളിലുമില്ല. ഈ പറയുന്ന ഇൻഇക്വാലിറ്റിയുടെ പേരിൽ, വിഘടനവാദത്തിന്റെ പേരിൽ രാജ്യത്ത് പ്രധാനമന്ത്രിയെ വരെ നഷ്ടപ്പെട്ട രാജ്യമാണ് നമ്മുടേത്. അപ്പോൾ വലിയ ഒരു ഗർത്തം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളുടെയും സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെയും ഇടയിൽ സ്ഥാപിച്ചാൽ അത് ഏത് തരത്തിലാണ് ഗുണകരമാകുക എന്ന് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ. ഈ രാജ്യമുണ്ടായത് എങ്ങനെയാണെന്ന്? ഈ രാജ്യമുണ്ടായത് 500-ൽ പരം നാട്ടുരാജ്യങ്ങളെ ചിലയിടത്ത് ഭീഷണിപ്പെടുത്തേണ്ടടുത്ത് ഭീഷണിപ്പെടുത്തി, ആയുധം ഉപയോഗിക്കേണ്ടടുത്ത് ആയുധം ഉപയോഗിച്ച്, അനുനയിപ്പിക്കേണ്ടടുത്ത് അനുനയിപ്പിച്ച്, ചർച്ച ചെയ്യേണ്ടടുത്ത് ചർച്ച ചെയ്ത് ഉൾച്ചേർത്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇത് നാനാത്വത്തിൽ ഏകത്വമുണ്ട് എന്ന് നമ്മൾ പറയുന്നത്. അവിടെ ഹിന്ദു ഉണ്ട്, ക്രിസ്ത്യനുണ്ട്, മുസൽമാനുണ്ട്, ജൈനനുണ്ട്, പാഴ്സിയുണ്ട്. അതിനപ്പുറത്ത് ഭാഷാപരമായ വേർതിരിവുകളുണ്ട്, കൾച്ചറൽ ഡിഫറൻസുകളുണ്ട്. ഇതിനെയെല്ലാം നമുക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇതിനെയെല്ലാം ഒരു മുത്തുപോലെ കോർക്കാൻ പറ്റുന്നത് ഈ പാർലമെന്റ് സംവിധാനത്തിലാണ്. അതുകൊണ്ട് ഫെഡറലിസത്തെ തന്നെ തകർക്കുന്ന സംവിധാനമാണ്. ഫെഡറലിസത്തെ തന്നെ ആകെ തകർത്തുകൊണ്ട് സംഘ് പരിവാറിന് വേരോട്ടമുള്ള സംസ്ഥാനങ്ങളിൽ കൂടുതൽ സീറ്റുകൾ കൊടുക്കുക. അപ്പൊ നോക്ക്, ഈ ഉത്തർപ്രദേശിൽ കൂടുതൽ സീറ്റുകൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഗുജറാത്തിൽ കൂടുതൽ സീറ്റുകൾ അലോക്കേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഉണ്ടാകുമ്പോൾ എന്താ പ്രശ്നം ഉണ്ടാകുന്നത്? ഞങ്ങൾ കാരണം ഉത്തരേന്ത്യയിൽ ഒരുപാട് സീറ്റുകൾ നിങ്ങൾക്ക് കിട്ടി, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അലോക്കേഷനുകൾ, കൂടുതൽ റെപ്രസെന്റേഷൻ തന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നാളെ മോദി വോട്ട് പിടിക്കാൻ പോകുന്നത്. എന്താ സംശയമുണ്ടോ? മോദിയെ ടീമിനെ സംബന്ധിച്ച്, കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച്, അമിത്ഷായെ സംബന്ധിച്ച് പഠിച്ച പണി 16 പയറ്റിയിട്ടും, പഠിച്ച പണിയുടെ അങ്ങേയറ്റം പയറ്റിയിട്ടും കേരളമോ തെലുങ്കാനയോ കർണാടകയോ തമിഴ്നാടോ ഒന്നും ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് കൈ കൊടുക്കുന്നില്ല. ഒരു പരിധിക്കപ്പുറത്തേക്ക് അവരുടെ രാഷ്ട്രീയ ഇംഗിതത്തിനനുസരിച്ച് വഴങ്ങുന്നില്ല. ആ വഴക്കമില്ലായ്മയെ അടിച്ചൊതുക്കി അടിച്ചമർത്തി ഒരു മൂലക്കിരുത്താം എന്ന രീതിയിലുള്ള ഷുഗർ കോട്ടഡ് പോയിസൺ ആണ് ഈ ബില്ല് എന്നതിൽ സംശയം വേണ്ട. അതിന് ഏതറ്റം വരെ പോയി ഞങ്ങൾ എതിർക്കും. ഒപ്പം തന്നെ ശ്രീ PK ഗോപൻ 10 സെക്കൻഡ് ഞാൻ പൂർത്തീകരിക്കാം. ഞങ്ങൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഉത്തർപ്രദേശിൽ അത്രയുമെങ്കിലും മുന്നേറ്റം നടത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചാലല്ലോ. ചിലപ്പോൾ ഒരു തവണ അടുത്ത തവണ ഞങ്ങളായിരിക്കും ഹിന്ദി ഹോട്ട് ഫോമിൽ ഹെഡ്ലാൻഡിൽ ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടാൻ പോകുന്നത്. പക്ഷെ അവിടെ പോലും കോൺഗ്രസ് എന്ന് പറയുന്ന ആശയത്തിന് വളരെ കൃത്യമായ സ്റ്റാൻഡ് ഉണ്ട്. ഈ ഗർത്തം ഉണ്ടാക്കാൻ പാടില്ല സൗത്ത് ഇന്ത്യയുടെയും നോർത്ത് ഇന്ത്യയുടെയും ഇടയിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.